വനിതാ സംവിധായകർക്ക് ബജറ്റിൽ 3 കോടി രൂപ അനുവദിക്കുമെന്ന സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് വനിതാ താരസംഘടനയായ WCC. കൂടുതൽ സ്ത്രീകൾ സംവിധാന രംഗത്തേക്ക് വരുന്നതിന് ഇത് പ്രചോദനമാകുമെന്നും WCC അഭിപ്രായപ്പെട്ടു. മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മ നിരന്തരം ഉന്നയിച്ച ആവശ്യമാണ് സർക്കാർ അംഗീകരിച്ചത്. ഇന്ന് അഭിനയ രംഗത്ത് മാത്രമാണ് സ്ത്രീ പ്രാതിനിധ്യം കൂടുതലായുള്ളത്. എന്നാൽ അഭിനയത്തിനപ്പുറം സിനിമയുടെ മറ്റു മേഖലകളിലേക്കും സ്ത്രീകൾ കൂടുതലായി കടന്നു വരേണ്ടതുണ്ട്. എന്നാൽ വനിതാ സംവിധായകർക്ക് വേണ്ടി പണം മുടക്കാൻ ആരും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഈ തീരുമാനം സംവിധാന രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസകരമാണ്. കൂടാതെ ഇത്തരത്തിൽ സിനിമ എടുക്കാൻ ശ്രമിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും WCCയുടെ പിന്തുണ ഉണ്ടാകുമെന്നും സംഘടന അറിയിച്ചു. എന്നാൽ ബജറ്റിൽ വകയിരുത്തിയ തുക എങ്ങനെ വിനിയോഗിക്കുമെന്ന് തീരുമാനമായിട്ടില്ല. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സർക്കാർ സാംസ്കാരിക വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സിനിമയിൽ ചുവടുവെച്ച് വരുന്ന പുതിയ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ആത്മവിശ്വാസം പകരുന്ന തീരുമാനമാണ് സംസ്ഥാന സർക്കാരിൻ്റെതെന്ന് അഞ്ജലി മേനോൻ ഒരു പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചു. വ്യക്തമായ പ്ലാനിങ്ങിലൂടെയും കൃത്യമായ ബജറ്റിങ്ങിലൂടെയും സിനിമ എടുക്കുകയാണെങ്കിൽ ഒരു മുഴുനീള ചിത്രം പൂർത്തീകരിക്കാൻ 3 കോടി രൂപ ധാരാളം മതിയാകുമെന്ന് സംവിധായക സൗമ്യ സദാനന്ദൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന ബജറ്റിൽ മലയാളം സിനിമയിലെ വനിതാ സംവിധായകർക്ക് ഏറെ സന്തോഷകരമായ ഒരു പ്രഖ്യാപനമായിരുന്നു കഴിഞ്ഞ ദിവസം ധനമന്ത്രി തോമസ് ഐസക് നടത്തിയത്. 3 കോടി രൂപ എന്നത് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ തുകയല്ലെന്നും വരും വർഷങ്ങളിൽ അത് വർദ്ധിപ്പിക്കാനും കഴിയുമെന്നും ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കിയിരുന്നു.